ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഹസീന ഉബൈദ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് ദോശയിൽക്കും അപ്പത്തിൽക്കും ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളതേ, നമ്മളെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നല്ല നൈസായി അരിയണമെന്നൊന്നുമില്ല, ഒരു മീഡിയം വലുപ്പത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി കൂടി ആവശ്യമുണ്ട്. ചെറിയ ഉള്ളി കൂടി നമ്മൾ തൊലി കളഞ്ഞൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഇട്ടെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറണേ, അതുവരെ നമ്മൾക്കൊന്നത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾക്ക് എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ഓരോരുത്തർക്ക് എരിവിന് ആവശ്യമായിട്ട് 4-5 അത്രയൊക്കെ എടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മുളകൊക്കെ ഒന്ന് നല്ല വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നല്ലൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ നല്ല ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വേവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മളെ മുളകും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. വിനാഗിരി കൂടി ഒഴിച്ച് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ തക്കാളി ചട്നി ഇവിടെ നല്ല റെഡി ആയിട്ട്. തക്കാളി ചട്നിന്നും തക്കാളി ചമ്മന്തിന്നൊക്കെ പറയുക കേട്ടോ. ഇപ്പോൾ ദോശയിൽക്കും അപ്പത്തിൽക്കും ഇഡ്ഡലിക്കൊക്കെ ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും ഒന്ന് പിന്നെ നമ്മൾ ഒന്നും കൂടി പറയുകയാണ്, നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്കും കമൻറ്റും കൂടി തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.